ഒരു അസുലഭ നിമിഷമായിട്ടാണ് എൻ്റെ ഈ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്ന ഈ ദിവസത്തെ ഞാൻ കാണുന്നു. ഞാനൊരിക്കലും ഒരു എഴുത്തുകാരനായിരുന്നില്ല, ഞാനൊരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ പുറത്തെടുക്കുമ്പോൾ തൻ്റെ ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട എഴുത്തുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എഴുതിയ ഒരു എഴുത്തിന്റെ പേരിൽ ഒരു ചോദ്യം എഴുതിയതിന്റെ പേരിൽ വളരെയധികം പീഡനങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ്. എന്നാൽ 2008 മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്ന് തൊടുപുഴ ന്യൂമാൻ കോളേജിലേക്ക് മലയാള വിഭാഗത്തിന്റെ മേധാവിയായിട്ട് പ്രമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ആ കോളേജിൽ ചെന്നപ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ GM ജോസഫ് വകുപ്പ് മേധാവി എന്നത് കൂടാതെ എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചു തന്നു. അതായത് കോളേജിലെ വാല്യൂ എഡ്യൂക്കേഷൻ സെല്ലിന്റെ ഡയറക്ടറായിട്ട് എന്നെ നിയമിച്ചു. അതുവരെ ഉള്ള വർഷങ്ങളിലൊക്കെ കോളേജിൽ വാല്യൂ എഡ്യൂക്കേഷന്റെ ക്ലാസുകൾ ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുമായിരുന്നു. അതിനുവേണ്ടി അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അധ്യാപകർ അവർക്ക് തോന്നുന്ന പൊതുവായ വിഷയങ്ങളെക്കുറിച്ച് മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറായിരുന്നു പതിവ്. ചില അധ്യാപകർ അത് നന്നായി ചെയ്യും. ചില അധ്യാപകർ പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ അത്ര പ്രാവീണ്യം പോരാ എന്നുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ പോഷണം തീർന്നിട്ടില്ല എന്നൊക്കെ ഉള്ള ന്യായത്തിന്മേൽ അവരുടെ വിഷയം പഠിപ്പിച്ചും പോന്നിരുന്നു. എന്നാൽ ഞാൻ ഈ ചുമതല ഏറ്റെടുത്ത അന്ന് മുതൽ അതിനൊരു വ്യത്യാസം വരുത്തി. 40ഓളം ക്ലാസുകളിൽ മൂല്യബോധനം നടത്തുന്ന ക്ലാസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പൊതുവായിട്ടൊരു വിഷയം തിരഞ്ഞെടുക്കുക, ആ വിഷയത്തിന്മേൽ ചെറിയ ഒരു ലേഖനം തയ്യാറാക്കി അവർക്ക് ക്ലാസ് എടുക്കാൻ സുഗമമാകുന്ന രീതിയിൽ അവർക്ക് അത് കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ഓരോ വ്യാഴാഴ്ചത്തെയും അരമണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചില വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതിന്മേൽ ചില കുറിപ്പുകൾ തയ്യാറാക്കി അവർക്ക് കൊടുക്കുകയുണ്ടായി. ആ കുറിപ്പുകൾ ഓരോന്നും ചെറിയൊരു ലേഖനത്തിന്റെ മാതൃകയിലുള്ളതായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രകാശിതമാവുന്ന ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിലെ ഞാൻ എഴുതിയ ഓരോ ലേഖനങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ സാംശീകരിച്ചെടുത്ത ജീവിത ആദർശങ്ങളായിരുന്നു. അതാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അതാണ് ഇന്ന് DC ബുക്സ് ഇവിടെ അച്ചടിച്ച് സർവേ ലോകത്തിന്, വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയായിട്ട് സമർപ്പിക്കുന്നത്. അതിന് DC ബുക്സിനോട് ഞാൻ നന്ദി പറയുന്നു. അതിന്റെ എല്ലാവിധ ഭാരവാഹികളോടും നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിന് ഈ ഒരു പുസ്തകം എഴുതാൻ കാരണക്കാരൻ എന്റെ കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തിനെ അതിനെ നിയോഗിച്ചതുകൊണ്ടാണ് എന്റെ ചെറിയ ചിന്തകളൊക്കെ ആശയങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ടയിൽ എത്താൻ സാധിച്ചത്. ഏതായാലും അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും കുട്ടികൾക്കും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി പറയാൻ, അവരെ സ്നേഹത്തോടെ ഓർക്കാൻ ഈ അവർക്ക് ഉപയോഗിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, അതായത് മഹാഗുരുവായ യേശുക്രിസ്തു തന്റെ അന്ത്യ അത്താഴത്തിൽ പറഞ്ഞ ഒരു വാക്യം, മഹാകവിയായ വിക്ടർ ഹ്യൂഗോ തന്റെ പാപങ്ങളിലൂടെ
പറഞ്ഞൊരു വാക്യം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്റെ ആദ്യ കവിതാ സമാഹാരത്തിൽ ആമുഖമായി കുറിച്ചിട്ട ഒരു വരി, ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ മാംസമാകുന്നു, ഇതെടുത്തുകൊള്ളുക. ആ വരികൾ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. എന്നെ സംബന്ധിച്ചും ഇന്ന് പ്രകാശിതമാകുന്ന ഈ പുസ്തകത്തിലുള്ള ആശയങ്ങൾ അതെന്റെ ചിന്തയുടെ ഫലമാണ്. അതിൽ പ്രതിഫലിക്കുന്നത് ചിന്തയും മനസ്സുമാണ്. സഹൃദയ ലോകത്തിന് അത് സമർപ്പിച്ചുകൊണ്ട് എന്റെ മനസ്സ് വായിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അവരുടെ ആക്രമണങ്ങൾ പിന്നെയും മറിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, അതിവിടുത്തെ പൊതുപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ ദുരിതങ്ങൾ, എന്റെ ഈ സഹനങ്ങൾ ലോക സമാധാനത്തിനും ശാന്തിക്കും ഉതകുന്നുവെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷകരമായിരിക്കും. അങ്ങനെ ഉതകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഈ കേസിലെ ഈ വിധി വന്നതോടുകൂടി നീതി കിട്ടിയെന്നൊരു ബോധ്യമുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്നെ സംബന്ധിച്ച് ഇവിടെ നീതിയുടെ അനീതിയുടെ പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചും അന്ന് തന്നെ, അക്കാലത്ത് തന്നെ അവരോടുള്ള എന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പോയതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും അവരുടെ ഭാഗത്തുനിന്ന് നല്ല ഇനി നീതി കിട്ടേണ്ടത്, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് നല്ല. കോടതിയെ സംബന്ധിച്ച് എന്റെ ഭാഗത്ത്, കോടതിയുടെ ഭാഗത്ത് എനിക്ക് നീതി കിട്ടേണ്ടെന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. എന്റെ പേരിൽ എടുത്ത ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു. അത് കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ തന്നെ, പോലീസ് അന്തിമ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അത് അടിസ്ഥാനരഹിതമാണ്. അത് ഒരു വിഭാഗം മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണയുടെ പേരിലാണ് അങ്ങനെയുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടുള്ളത്. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് തൊടുപുഴ CJM കോടതി വിധി കൽപ്പിച്ചിരുന്നു. അവിടെ എനിക്ക് നീതി കിട്ടി. ഇത് ഞാൻ ഇതിനകത്ത് ഇത് മാത്രമാണ് എനിക്ക് കിട്ടേണ്ടുന്ന നീതി എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചും എനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അക്കാലത്ത് ചികിത്സാ സഹായം തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ആദ്യകാലത്ത് ഒരു ഗഡു 4 ലക്ഷം രൂപ എനിക്ക് തന്നിരുന്നു. പിന്നീട് 20 ലക്ഷത്തോളം രൂപ എനിക്ക് ഈ ആശുപത്രി ചെലവായിട്ടുണ്ട്. ഈ പരിക്കുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷക്കാലം നിരന്തരം എറണാകുളത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയിട്ട് വന്നു. അങ്ങനെ 20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവായ ഞാൻ കളക്ടറുടെയൊക്കെ ഒരു ശുപാർശയോടുകൂടി വീണ്ടും കണക്ക് സഹിതം ഗവൺമെന്റിൽ അതിന്റെ ബില്ലുകളെല്ലാം സമർപ്പിച്ചതാണ്. പക്ഷേ എനിക്കത് കിട്ടുകയുണ്ടായില്ല. അതുപോലെ തന്നെ കോളേജിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടതിന് ശേഷം ഏതാണ്ട് 43 മാസത്തിന് ശേഷം എന്നെ തിരിച്ചെടുത്തു. സസ്പെൻഷൻ ഓർഡറും ഡിസ്മസൽ ഓർഡറും എല്ലാം പിൻവലിച്ചുകൊണ്ട് പിരിച്ചുവിട്ട നാൾ മുതൽ തുടർച്ചയായിട്ട് സർവീസിലുണ്ടായിരുന്നാൽ കിട്ടുമായിരുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും എന്നെ അർഹനാക്കിക്കൊണ്ടാണ് മാനേജർ എന്നെ തിരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്നെ തിരിച്ചുവിട്ട ആ കേസ്, അപ്പീൽ കേസ്, തിരുവനന്തപുരത്തുണ്ടായിരുന്ന അപ്പലേറ്റ് ട്രിബ്യൂണൽ കോടതിയിൽ നിന്ന് ഞാൻ പിൻവലിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും എനിക്ക് ശമ്പള കുടിശ്ശികയോ പെൻഷൻ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് മാനേജ്മെന്റ് എന്നെ പിരിച്ചുവിട്ടു, അവരെന്നെ തിരിച്ചെടുത്തു. പക്ഷെ ആ തിരിച്ചെടുക്കൽ, ആ പുനർനിയമനം സർക്കാർ അംഗീകരിച്ച് റെഗുലറൈസ് ചെയ്ത് തരണം. അതിനു വേണ്ടിയിട്ടുള്ള പേപ്പർ സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുകയാണ്. അത് റെഗുലറൈസ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ പെൻഷന്റെ പേപ്പറുകളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങുള്ളൂ. 2014 മാർച്ച് 31 ഇപ്പം 13 മാസമായി. ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ 1.5 മാസം മുമ്പ് കൊടുത്തതാണ്. മൂവാറ്റുപുഴ MLA ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കൻ MLA മുഖാന്തരം അത് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്വീകരിച്ച് അദ്ദേഹം അത് വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അദ്ദേഹം ഫയൽ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്.
എത്രയും പെട്ടെന്ന് അത് കിട്ടട്ടെ എന്ന് ആശംസിക്കാം. തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. ഈ കേസ് നടത്തിയതിൽ പ്രോസിക്യൂഷൻ ജാഗ്രത പാലിച്ചില്ല എന്നൊരു അഭിപ്രായമുണ്ട്. കാര്യം ഈ ആദ്യ 5 പ്രതികളെ ഇതേവരെ പിടിച്ചിട്ട് 1-ാം പ്രതികളെല്ലാം 5 പേര് പിടിയിലാകാനുണ്ട്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിൽ തന്നെ 17 പേരെ വെറുതെ വിടുകയും ചെയ്തു. ഒരു കേസ് നടത്തിപ്പിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഒരു ജാഗ്രത ഉണ്ടാകാത്തല്ലേ എന്നതാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഞാനൊരു സാക്ഷി മാത്രമാണ്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും. എൻ്റെ ഭാര്യയായിരുന്നു 1-ാം സാക്ഷി, ഇരയായ ഞാൻ 2-ാം സാക്ഷിയാണ്. ഒരു സാക്ഷി പറഞ്ഞ് തീർന്നതോടുകൂടി ഞങ്ങളുടെ ഒരു പൗരനെന്ന നിലയിൽ അത് പറയേണ്ടിയിരുന്നു, പറയാൻ പറ്റില്ല, അത് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് ഇക്കാര്യത്തിൽ എനിക്കൊരു താല്പര്യവുമില്ല, ഉത്കണ്ഠയുമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ കേസ് നടത്തിപ്പിനെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആൾ ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് ഇവിടുത്തെ നിയമപണ്ഡിതന്മാരും പൊതുപ്രവർത്തകരും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അത് ചെയ്യട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. സാറങ്ങനെ പറയുമ്പോൾ കൃത്യമായി ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം കേരള സമൂഹത്തിൽ ആദ്യമായി. അപ്പൊ ആ സംഭവത്തിൽ ഉള്ള എല്ലാ പ്രതികളെയും ശിക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിന് കൂടി ആവശ്യമായിരുന്നു. അതിൽ ഇരയാക്കപ്പെട്ട ആള് തന്നെ അതിനകത്തൂടെ ഒരു നിഷേധ സ്വഭാവം അല്ലെങ്കിൽ ഒരു നിർമ്മമത കാണിക്കുമ്പോൾ ഇവര് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുകയല്ലേ ചെയ്യും. എന്നെ സംബന്ധിച്ചും ഉള്ള സത്യം എന്ന് പറയുന്നത് ഈ ചോദ്യപേപ്പർ ഇട്ടതിന്റെ പേരിൽ എന്നെ അവർ ആക്രമിച്ചു. എൻ്റെ 2 കൈകളും വെട്ടി മുറിപ്പെടുത്തി. ഇടത്തെ കാല് ഏതാണ്ട് മുറിഞ്ഞു പോകാറാവുന്ന രീതിയിൽ വെട്ടിമുറിച്ചു. വലത് കൈപ്പറ്റി അവര് മുറിച്ച് കളഞ്ഞു. വളരെ സമയത്തിന് ശേഷം, അന്വേഷണത്തിന് ശേഷമാണ് അത് തിരിച്ചു കിട്ടിയത്. ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്കുള്ള പരിമിതമായ നിയമബോധം വെച്ചിട്ട്, അതായത് ഒരു കുറ്റവാളി എപ്പോഴും കുറ്റം ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്, പലപ്പോഴും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ മുദ്രാവാക്യം. അതുകൊണ്ട് ഇതിനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ നിയമ പണ്ഡിതന്മാരും അങ്ങനെയുള്ള ആളുകൾ പൊതുപ്രവർത്തകരും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഞാൻ അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നില്ല. എന്നെ സംബന്ധിച്ചും ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട്. കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ അനുഭവം ഞാൻ അവിടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്ര വിവാദം ഉണ്ടായി സാറിന്റെ കേസുകൾക്ക് ശേഷമാണ് ഈ കൈവിട്ട് പോലുള്ള സംഭവത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ പറഞ്ഞതാണെങ്കിൽ പോലും അപ്പോൾ ഇതിനെ ബോധപൂർവമായൊരു ശ്രമം നടന്നിരുന്നു. വീണ്ടും ഇതിനെ സജീവമാക്കി സമൂഹത്തിൽ നിലനിർത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അന്ന് വിശേഷിക്കപ്പെട്ട പോലെ ഒരു താലിബാനിസം നടപ്പാക്കാൻ ആസൂത്രിതമായ ഒരു ശ്രമം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതായിട്ട് സംശയിക്കുന്നു. ഇപ്പൊ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് അറിഞ്ഞിരുന്നത്. അങ്ങനെ അറിഞ്ഞവരെ എന്നോട് പറഞ്ഞ ചില സൂചനകൾ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നോട് പറയാനുള്ള മടികൊണ്ടാവാം. പക്ഷേ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും ഈ കാര്യങ്ങളിലുള്ള അറിവിനേക്കാൾ കൂടുതൽ പൊതുപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാവുന്നപ്പോഴും എനിക്കറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതായത് ഒരു മതത്തെയും ഒരു മതാചാര്യനെയും നിന്ദിക്കാനോ ഭർസിക്കാനോ എന്റെ പാരമ്പര്യമോ എന്റെ മനോഗുണമോ എന്നെ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പാഠങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ദുരിതങ്ങളും വന്ന് ഭവിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത നിർദോഷിയായ എനിക്കാണ്. ഈ ചോദ്യപേപ്പർ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആകെപ്പാടെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് ഒളിവിലിരുന്ന സമയത്ത് പാലക്കാട്ടുള്ള ഒരു ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്താണ്. അതായത് ഞാൻ അവിടെ എന്റെ പേര് പറയാതെയാണ്, ഒരു കള്ളപ്പേരിലാണ്, TJ ജോസഫ് എന്ന പേരുള്ള ഞാൻ ജോർജ് കുട്ടി എന്നുള്ളൊരു കള്ളപ്പേരിലാണ് അവിടെ ഒരാഴ്ച താമസിച്ചത്. എന്നാൽ അതിനുശേഷം 1 വർഷത്തിന് ശേഷം ആക്രമണത്തിന്റെ പരിക്കുകളൊക്കെ ഒരുവിധം ഭേദപ്പെട്ടതിന് ശേഷം പാലക്കാട്ടുള്ള ആ ലോഡ്ജിൽ പോയി കള്ളപ്പേര് അവിടെ വന്ന് താമസിച്ചതിനെ ചൊല്ലി ഞാൻ അവിടെ സോറി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഒരു ലോഡ്ജായിരുന്നു. സിദ്ധാര ടൂറിസ്റ്റ് ഹോം എന്നുള്ള പേരിലുള്ള ലോഡ്ജാണ്.
അവിടെ പോയി അവരോട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു കളവും ഞാൻ ഈ ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടുത്തെ സുലൈമാൻ എന്ന പേരുള്ള ഒരു റൂം പോയി അന്ന് ഞാൻ 3 ദിവസം പുറത്തിറങ്ങാതെ നിന്ന സമയത്ത്, അതായത് ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ വന്ന TV-യിലും ഒക്കെ എന്റെ പടം വന്ന സമയത്താണ് ഞാൻ അവിടെ ഒളിവിൽ കഴിയുന്നത്. ലോഡ്ജാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഏതാണ്ട് 2 ഫർലോങ് ദൂരെയുള്ള ഒരു ഹോട്ടലിൽ പോകണം. അപ്പൊ അങ്ങനെ പോവാതിരുന്നപ്പോൾ എന്താ സാറ് പുറത്തു പോകാത്തത്, ഭക്ഷണം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ഇരുന്ന ആളാണ് സുലൈമാൻ. ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്, എനിക്ക് അല്ലെങ്കിൽ അധികം ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും എന്റെ മുഖം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ ചെന്നപ്പോൾ ആ സുലൈമാൻ വന്ന് എന്റെ കൈകളിലെ മുറിവുകളിലൊക്കെ തലോടി എന്നെ ആശ്വസിപ്പിക്കുകയും അവിടെയുള്ള മറ്റ് ജോലിക്കാരെല്ലാം വന്ന് ഇങ്ങനെയൊക്കെയുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ വരും, അതൊക്കെ ഒരു വിധിയായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യത്തിലും ഈ ചോദ്യപേപ്പർ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞാൻ കള്ളം പറഞ്ഞില്ല. ഈ മുഹമ്മദ് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വിഷയമാകുന്ന എനിക്കറിഞ്ഞുകൂടായിരുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഹമ്മദ് നബിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇപ്പോഴും വിചാരിക്കുന്നില്ല. മലയാളത്തിലെ ഒരു ഡിക്ഷണറിയിലും മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിനാമം എന്നാണ്, ശബ്ദധാരാവലിയിലൊക്കെ ഉള്ള ഒരു വ്യക്തിനാമം എന്നാണ്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതാചാരി, അല്ലാതെ ഒരിക്കലും മുഹമ്മദ് എന്നുള്ള പേരിന് മുഹമ്മദ് നബി എന്ന അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയുന്ന മുഹമ്മദ് നബി എന്ന് പറയും, അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർ പറഞ്ഞും കേട്ടിട്ടുള്ളത്. എനിക്കറിയാവുന്ന ധാരാളം മുഹമ്മദ്മാരുണ്ട്. KG മുഹമ്മദ്, PT കുഞ്ഞു മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ, അങ്ങനെ ധാരാളം. മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. അതാണ് പിന്നെ ഡയലോഗിലുള്ളതാണ്. അതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പിന്നെ PT കുഞ്ഞു മുഹമ്മദ് ലേഖനത്തിലുള്ളതാണ്. ആ ലേഖനം ഉൾപ്പെടുന്ന പാഠപുസ്തകം, ആ പുസ്തകം PM വിനുകുമാർ എഡിറ്റ് ചെയ്ത് പഠനവും നടത്തി പ്രസിദ്ധീകരിച്ച, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച, കേന്ദ്ര മാനവശേഷി വകുപ്പിന്റെ ധനം ഉപയോഗിച്ചാണ്, ധനസഹായം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകം MG യൂണിവേഴ്സിറ്റിയിൽ MA മലയാളത്തിനും BA മലയാളത്തിനും റെഫറൻസ് ഗ്രന്ഥമായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിലെ ഒരു ഡയലോഗാണ്, പാസേജാണ്. അതിലൊരു കഥാപാത്രത്തിന്, ഈ പടച്ചോനെ എന്ന് വിളിക്കുന്ന കഥാപാത്രത്തിന് ഒരു മുഹമ്മദ് എന്നുള്ള പേര് ചേർത്തിട്ടുള്ള മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് ചോദ്യം അതറിയത്തില്ല, ആളുകൾ തെറ്റിദ്ധരിച്ച് അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഏതായാലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബി ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് മുഹമ്മദ് നബി എന്നാണ്. അല്ലെങ്കിൽ മുഹമ്മദ് ദിനം എന്ന് പറഞ്ഞൊരു ദിനം ഇവിടെയില്ല, നബിദിനമുണ്ട്. പ്രവാചകനെ കുറിക്കുന്ന എല്ലാ ശബ്ദവും മലയാളത്തിൽ പറയുമ്പോൾ, മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒന്നെങ്കിൽ മുഹമ്മദ് നബി, അല്ലെങ്കിൽ പ്രവാചകൻ, അല്ലെങ്കിൽ നബി തിരുമേനി, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത്. വേറെ ആരും അങ്ങനെ അല്ലാതെ പ്രയോഗിച്ചിട്ടില്ല. അതായത് ഈ സർവകലാശാല അംഗീകരിച്ച റഫറൻസ് ഗ്രന്ഥത്തിൽ നിന്നും ഒരാളുടെ ഇഷ്ടപ്രകാരം മാത്രമല്ല, കോളേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന സമിതി മറ്റുള്ളവർ കണ്ടതുമാണ്. അന്നൊരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ് സുപ്രഭാത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന്റെ പ്രസക്തി. കാര്യം മാനേജ്മെന്റും അന്ന് സാറിനെ കൈപിടിക്കണം. ആ മാനേജ്മെന്റ് ഭാഗത്ത് കൃത്യമായ ഒരു ബാക്കിംഗ് ഉണ്ടാകുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജോസഫ് എന്ന് പറയുന്ന അധ്യാപകനെ മാത്രം തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അങ്ങനെ ഗൂഢാലോചന ഉണ്ടായിരുന്നെന്ന് ഞാൻ സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് അറിയാത്ത കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ്. ഏതായാലും 23-ാം തീയതി, ഒരു മാർച്ച് 23-ാം തീയതി ആണ് ഈ പരീക്ഷ നടന്നത്. മാർച്ച് 26-ാം തീയതിയാണ് ഇങ്ങനെയുള്ള ഒരു വിവാദം ഉണ്ടാവുകയും തൊടുപുഴയിൽ ഒരു പരുഷമായിട്ടുള്ള അവസാനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെയൊരു ആക്ഷേപം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആരോപണം ഉണ്ടായപ്പോൾ, ഞാൻ എഴുതിയ ഈ മൂല്യബോധന ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിരുന്ന എല്ലാ ലേഖനങ്ങളും പ്രിൻസിപ്പൽ ഓഫീസിൽ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് കാണിച്ചാൽ മതി. ഇതിൽ പറഞ്ഞ അതിമുത്സാഹ പാഠം എന്നുള്ള പേരിലുള്ള ആദ്യം എഴുതിയിട്ട് ഇത് 1500 കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ TJ ജോസഫ് എഴുതിയ, പ്രിൻസിപ്പലും TJ ജോസഫും ഒപ്പിട്ട് വെച്ചിരിക്കുന്ന കോപ്പി അവിടെ വെച്ചിട്ടുണ്ട്.
എന്റെ ഫയലിലുണ്ട്, ആ കോപ്പിയൊക്കെ ഇപ്പോഴുണ്ട്. അപ്പൊ അതെടുത്ത് കാണിച്ചിരുന്നുവെങ്കിൽ സാമാന്യ ബോധമുള്ള ആരും പിന്നെ എന്റെ മേൽ കുറ്റാരോപണം നടത്താൻ മുതിരുമായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അക്കാലത്ത് എന്നോട് ഞാൻ ഒളിവിലും ജയിലിലും ഒക്കെ പോയി വന്നതിന് ശേഷം എനിക്ക് സസ്പെൻഷൻ ഓർഡർ കിട്ടുന്നു. അന്ന് തന്നെ ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ തൊടുപുഴ കോളേജിന്റെ ക്യാമ്പസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ജാമ്യം ആദ്യം കിട്ടുമ്പോൾ തൊടുപുഴ താലൂക്കിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കോടതി ഉത്തരവുണ്ടായി. ഞാൻ മാനേജ്മെന്റിന് എനിക്ക് തന്ന കുറ്റാരോപണ മെമ്മോയിൽ ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കുകയും ഉദാഹരണമായിട്ട് എന്റെ നിരപരാധിത്വം നിഷ്കളങ്കത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ മുഴുവനും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് മാനേജ്മെന്റ് വായിച്ചോ അതോ വക്കീൽമാർക്ക് കൊടുക്കാണോ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. സഭയുടെ നിലപാടിൽ നിന്ന് എനിക്ക് വേദനയില്ല. എന്നെ പിരിച്ചുവിട്ടതിലാണെന്ന് എനിക്ക് വേദന. കാരണം അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എന്റെ കുടുംബത്തെയും മക്കളെയും എന്റെ അമ്മയും ഒക്കെ പട്ടിണിയാക്കുന്ന ഒരു നിലപാടായിരുന്നു. മറ്റേ എന്റെ കൈ വെട്ടിമുറിച്ചു, അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞു, കാല് വെട്ടിമുറിച്ചു, അതൊക്കെ അവർക്കും വിഷമമുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ എന്റെ പീഡകൾ ഞാൻ തന്നെയാണ് അനുഭവിച്ചത്. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അവര്, ഒരു തെറ്റും ചെയ്യാത്ത ഞാനും ചെയ്തിട്ടില്ല, അവര് എങ്ങനെ പട്ടിണിയായ ഒരു സാഹചര്യം ഉണ്ടായതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ മനസ്സിനെ മുറിവേൽപ്പിച്ചതാണ്. ഈ പ്രതീക്ഷിച്ച രീതിയിൽ അന്ന് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് പിന്തുണ കിട്ടി. പൊതുസമൂഹത്തിന്റെ പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എനിക്ക് ആ കാലത്ത് കിട്ടിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ പോലും പിന്തുണ, അവരുടെ ഒരു ഇടപെടൽ ആദ്യകാലത്ത് എനിക്ക് എതിരായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു കോളേജിലെ ഒരു ക്ലാസ് പരീക്ഷയ്ക്കുണ്ടായ ഈ ചോദ്യത്തെ ഇത്ര വലിയ ഒരു പ്രശ്നമാക്കി ഊതിവെപ്പിച്ച് കാണിച്ചത്. കേരളത്തിലെ സംഘടനകൾ, സോളിഡാരിറ്റി ഓഫ് ഇന്ത്യ, ജമാഅത്തെ ഇസ്ലാമി, അവരൊക്കെ വീട്ടിൽ വന്ന് എന്നെ കാണുകയും എന്റെ ഭാഗം കേട്ട് ബോധ്യപ്പെടുകയും എന്നോട് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചെയ്തതിന് സോറി പറയുകയും ക്ഷമയോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ആളുകൾ കാണാൻ വന്നു, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ സാറിനോട് ഇന്ന് ചെയ്തതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് പല അവസരങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. നിലപാടെന്താണ് എന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണോ? അവര് നിലപാടെന്താണെന്ന് അറിയത്തില്ല. അവരെന്നെ ഒരു കാര്യത്തിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിട്ടില്ല. കൈപ്പത്തി വെച്ച് മാറ്റിയ ആള് എന്ന് പറയുന്ന ആള് ഇപ്പോഴും അതുപോലെ തന്നെ 5 പേര് പുറത്താണ്. അതെവിടെ ഇക്കാര്യത്തിൽ സർക്കാരിലൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതില്ല. ഈ 5 പേരെ കണ്ടെത്താൻ പ്രധാനപ്പെട്ട 5 പ്രതികളെ കണ്ടെത്താൻ, എന്നാൽ ഇത് സർക്കാരിന് മുമ്പിൽ വെക്കാൻ, അന്വേഷണത്തിന് മുമ്പിൽ വെക്കാനുള്ളത്. അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ അവരെ കണ്ടുപിടിക്കേണ്ടതോ അല്ലെ അത് ആ വിഷയങ്ങളൊക്കെ ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അതിനെ കുറിച്ച് അവർ പറയും. മനസാക്ഷിയുടെ കോടതിയിൽ അവരെ പറഞ്ഞാൽ ഈ കുറ്റവാളികൾ പിടിക്കപ്പെടാനുള്ള ഏറ്റവും കാര്യക്ഷമമായി ഒരു ഉണർന്ന പ്രവർത്തനങ്ങളുണ്ടാകും. അതായത് പൗരനെന്ന നിലയിലുള്ള അഭിപ്രായമാണ് എന്നോട് ചോദിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പം ഞാൻ എന്റെ ഒരു ഇരയാണ്, അതിന്റെ ഒരു സാക്ഷിയാണ് എന്നുള്ള നിലയിൽ മാത്രം എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റു കാര്യങ്ങളിൽ മറ്റ് സാംസ്കാരിക നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഈ കൈവെട്ടിയത് ചെയ്തതുപോലെ തന്നെ ഒരു കോളേജ് മാനേജ്മെന്റും സ്ഥാപനം കണ്ടിട്ടില്ല. കാരണം അങ്ങനെ അവരെ അവരുടെ സ്ഥാനം കുടുംബം ഭാര്യ പോലും ഇപ്പൊ അവരോടൊരു നിലപാടാണ്. അതായത് ഈ വെട്ടിയ ആളുകളോടുള്ള നിലപാട് തന്നെയാണ്. അവരോടും എനിക്ക് പ്രത്യേകിച്ച് പകരം വിദ്വേഷമൊന്നുമില്ല. കാരണം അതായത് അവരോട് ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, ഈ എന്നെ ഉപദ്രവിച്ച ആളുകളോട്
അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകളോട്, അതിന് മുൻകൈയെടുത്ത ആളുകളോട്, എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ ആളുകളോട്, എന്നെ വഞ്ചിച്ച ആളുകളോട് ഇപ്പോഴും ഞാൻ സംസാരിക്കും. യാതൊരുവിധ ചാഞ്ചല്യവുമില്ലാതെ തുറന്ന മനസ്സിലൂടെ സംസാരിക്കും. അതെങ്ങനെ സാധിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ അത് എനിക്ക് സാധിക്കും. അതിനുള്ള ഉത്തരം അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ മാർച്ച് 31 താങ്കൾ കോളേജിൽ ചെല്ലുമ്പോൾ, അതായത് അവിടെ ചെല്ലുന്ന സമയത്ത് അപ്പോഴാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ താങ്കൾ സ്വീകരിക്കാൻ 5 മിനിറ്റ് പോലും അവിടെ ചെലവഴിക്കാൻ പോലും ഒരു അവസരം വന്നു തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കോളേജിൽ ഒരുപറ്റം അധ്യാപകർ കോളേജിൽ ഒരുപറ്റം അധ്യാപകർ, അതായത് കഴിഞ്ഞ മാർച്ച് 31 ആ കോളേജിൽ എത്തി താങ്കൾ ഒരു 5 മിനിറ്റ് പോലും അവിടെ നിൽക്കേണ്ടി പറഞ്ഞു. പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഒപ്പിട്ട് തിരിച്ച് അങ്ങനെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തുന്ന ഒരു സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ ഇത്രയും ദുരിതം അനുഭവിച്ച ഒരാളുടെ ആ ദുരിതത്തിന്റെ സ്വീകരണമായിരുന്നില്ല അവിടെ താങ്കൾ കിട്ടിയത്. മാർച്ച് 28 ഞാൻ മാർച്ച് 28. അതങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. രാവിലെ 9:00 ചെന്നിട്ട് വൈകിട്ട് ഡ്യൂട്ടി സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പൊ അന്ന് പിന്നെ എന്നെ സ്വീകരിക്കാൻ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു സ്വീകരണം കിട്ടാത്ത അന്ന് അവിടെ അവർക്ക് ചില ജോലികളുണ്ടായിരുന്നു, പരീക്ഷാ ഡ്യൂട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസഫ് കോളേജിലെത്തും. അന്ന് തന്നെ മാധ്യമങ്ങളുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തുന്ന ഇത്രയേറെ കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരാൾക്ക് സ്വീകരണമായിരുന്നു അവിടെ ലഭിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു സ്വീകരണ പരിപാടിയൊന്നും വേണ്ട എന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ സ്വീകരണ പരിപാടിയൊന്നും വേണ്ട, സാധാരണ പോലെ പോയാൽ മതിയെന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ചില പൂർവ്വ വിദ്യാർത്ഥികൾ ഗേറ്റിന് പുറത്തു നിന്ന് എനിക്ക് മുദ്രാവാക്യം വിളിക്കുകയും അകത്ത് ചെന്ന് വണ്ടിയിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളൊക്കെ മോളിലൊക്കെ ഇരുന്ന കുട്ടികളെല്ലാം കൈയിടിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ കണ്ടതാണ്. അതിൽ കൂടുതലൊന്നും സ്വീകരണം എനിക്ക് വേണ്ടായിരുന്നു. അതായത് മതത്തിന് വളരെ പ്രാധാന്യം കൂടി വരുന്ന ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു മതേതരത്വ സ്വഭാവം, ഒരു വിശാല വീക്ഷണം, ഒരു കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്ക് ഇന്ന് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അതായത് 1970 വരെയൊക്കെ ഇങ്ങനെ ലോകം ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ നാട് പുരോഗതിയിലേക്ക്, വിശാല വീക്ഷണത്തിലേക്ക്, മതേതരത്വത്തിലേക്ക്, മനുഷ്യ നന്മയിലേക്ക്, മാനവികതയിലേക്കൊക്കെ കറങ്ങുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തിരിഞ്ഞു കറങ്ങുകയാണ്. അത് ശരിക്കും കുഴപ്പം ചെയ്യും, ദോഷം ചെയ്യും. പക്ഷെ അത് അങ്ങോട്ട് ഇറങ്ങി ഒരു പരിധി കഴിയുമ്പോൾ അത് ആളുകൾ അടുത്ത് വീണ്ടും തിരിച്ചു കറങ്ങും. അതാണല്ലോ സ്വഭാവം. അങ്ങനെയാണ് ഞാൻ പറയാതെ. എൻ്റെ ഒരു ഫയല് മാർച്ച് 23 ആണ് പരീക്ഷ നടന്നത്. മാർച്ച് 25 വരെ ഞാൻ കോളേജിൽ പോയതാണ്. അതിനുശേഷം കോളേജിൽ പോകുന്നത് 2014 മാർച്ച് 28 എന്നെ പുനർനിയമിച്ച് വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2008 മുതൽ 2010 വരെ ഈ ചോദ്യപേപ്പർ വിവാദം ഉണ്ടായി എന്നെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ആ സമയം വരെ ഞാൻ ചെയ്ത ഒരു ജോലിയാണിത്. ഇത് വാല്യൂ എഡ്യൂക്കേഷൻ സെൽ, ഹ്യൂമാൻ കോളേജ് തൊടുപുഴ പറഞ്ഞതിന്റെ വിഷയം. താഴെ പ്രിൻസിപ്പൽ വാല്യൂ എഡ്യൂക്കേഷൻ സെൽ കോർഡിനേറ്റർ PA ഒപ്പിട്ടാണ്. ഇതാണ് ഇതിന്റെ മാതൃക. ഇതുപോലെയുള്ള ലേഖനങ്ങളാണ് ഇപ്പോൾ പുസ്തകമാക്കി മാറിയിരിക്കുന്നത്. അത് 2010 മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലത് ഇപ്പൊ എനിക്ക് വലത് കൈ എഴുതാൻ പറ്റില്ല. വലത് കൈ കൊണ്ട് എഴുതിയ ലേഖനങ്ങളാണ് ഇടത് കൈ കൊണ്ട് പ്രകാശം ചെയ്ത് പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നത് ഇടത് ഭരണകാലത്ത് തുടങ്ങുന്നു. 2010 ഇടതുമുന്നണിയായിരുന്നു. അതും ഇടതുമുന്നണിയാണ്. അത് കഴിഞ്ഞ് UDF ഈ രണ്ട് ഭരണത്തിന് കീഴില് തങ്ങളോടുള്ള സമീപനം LDFിന്റെ കാലത്ത് UDFിന്റെ കാലത്ത് വേണ്ട രീതിയിലുള്ള പരിഗണന. അതായത് ഇതുപോലെയുള്ള ഒരു തീവ്രവാദ സംഭവത്തിന് ഇരയായി എനിക്ക്
കിട്ടേണ്ടുന്ന ഒരു പൗരനെന്ന നിലയിൽ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളോ പരിരക്ഷയോ കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. LDF പറയാറുണ്ട് അത് തുടക്കം ഈ സംഭവത്തിന് തുടക്കം അവരുടെ ഭാഗത്ത് അതായത് ഏത് മുന്നണി ആയാലും ശരി എല്ലാവർക്കും വോട്ട് തന്നെയാണ്. അതായത് വോട്ട് ബാങ്കാണ് അവരുടെ അധികാരത്തെ നിലനിർത്തുന്നത്. എന്നെ സംബന്ധിച്ചും ഞാൻ ഒരു വ്യക്തിയാണ്. അപ്പം ധാരാളമായിട്ട് വോട്ടുള്ള ഒരു ജനക്കൂട്ടത്തെ തള്ളി പറയാൻ ഒരു മുന്നണിക്കും നമ്മുടെ ഇവിടുത്തെ ഈ അസംസ്കൃത ജനാധിപത്യ രീതി വെച്ച് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു നിരപരാധിയെ ബലി കൊടുത്താലും കുരിശിലേറ്റിയാലും ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുകയാണ് നല്ലതെന്നുള്ള ക്രിസ്തുവിന്റെ കാലത്തെ 2000 കൊല്ലം മുമ്പുള്ള ആ കയ്യാപ്പാസിന്റെ ആ തന്ത്രം തന്നെ അത് തന്നെയാണ് എന്നോട് പുലർത്തിയത്. അതായത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്റെ പേരിൽ കേസെടുത്തു. എന്നെ ഏതൊരു കുറ്റവാളിയേക്കാൾ കൂടുതൽ നികർഷനായ ഒരു ക്രിമിനലായി ചിത്രീകരിച്ച് പത്രമാധ്യമങ്ങളിലും ടിവിയിലുമൊക്കെ എന്റെ ഫോട്ടോ ഇട്ട് ഞാൻ ഒളിവിലിരുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല എന്റെ ഫോട്ടോ ഇങ്ങനെ മാധ്യമങ്ങളിൽ വരുമെന്ന്. കാരണം ഞാൻ പോലീസിനെ ഭയന്നല്ല, എന്നെ വധിക്കാൻ വരുന്ന മതമൗലികവാദികളെ ഭയന്നാണ് ഞാൻ ഒളിവിലിരുന്നത്. അവർക്ക് എന്റെ പേര് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് പോലീസ് വകുപ്പ് തന്നെയാണ്. എന്റെ വലിയ ഫോട്ടോയൊക്കെ പത്രത്തിലും അതുപോലെ തന്നെ ടിവിയിലും ഒക്കെ പ്രസിദ്ധീകരിച്ച് ശരിക്കും എന്നെ സംബന്ധിച്ചും ഈ കേസിൽ ചില പ്രതികളൊക്കെ എന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തവരാണ്. അതിന് പേരിൽ ജയിലിൽ കിടക്കുന്നവരും വിചാരണ നേരിട്ടവരുമുണ്ട്. പക്ഷേ ഈ പ്രതികൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്, എന്നെ കാണിച്ചു കൊടുത്തത് അന്നത്തെ ഗവൺമെന്റും അന്നത്തെ പോലീസും. ഈ കുറ്റകൃത്യത്തില് എന്റെ നേരെ ഉണ്ടായ ആക്രമണത്തില് അവരും ശരിക്കും പ്രതികളാണ്. അങ്ങനെയുള്ളവരെല്ലാം പുറത്തു നിൽക്കുകയാണ്. കുറെ ആളുകളെ മാത്രം വെച്ച് വിചാരണ മറ്റൊന്നെന്താണ്, അങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ ഈ വിഷയത്തിൽ എന്നെ പോലെ അറിവുള്ള അല്ലെങ്കിൽ ഒരു വേറെ പ്രൊഫസറെ കൊണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് ഇന്നത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അങ്ങനെ അഡ്വൈസ് നേടിയതിന് ശേഷം മാത്രമേ കേസ് കൊടുക്കാൻ പാടുണ്ടായിരുന്നു. അല്ലാതെ സുമോട്ട കേസാണ്, സർക്കാർ സ്വയം എടുത്ത കേസാണ്, ആരും പരാതിപ്പെടാതെ. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു അഡ്വൈസ് നേടിയതിന് ശേഷം മാത്രമേ, ഒരു എക്സ്പെർട്ട് അഡ്വൈസ് നേടിയതിനു ശേഷം മാത്രമേ എന്റെ പേരിൽ കേസെടുക്കാൻ പാടുണ്ടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതായത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഭരിച്ചിരുന്ന കാലത്ത് മതമില്ലാത്ത ജീവൻ എന്നുള്ള ഒരു പാഠഭാഗത്തിന്റെ പേരിൽ ഇവിടെ വലിയ പ്രതിഷേധ റാലികൾ നടന്നിട്ടുണ്ട്. ആ പാഠം എഴുതിയ ആളിനെ ശിക്ഷിച്ചോ? ആ പാഠം പ്രസിദ്ധീകരിച്ച മന്ത്രിയുടെ പേരിൽ കേസെടുത്തോ? അങ്ങനെ ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അത് വേണമെന്ന് വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചെടുക്കേണ്ട ഒരു നടപടിയല്ലേ ഇത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പ്രൊഫസറെ ഇങ്ങനെ കേസെടുത്ത് ലോക്കപ്പിലടച്ച് ജയിലിലടച്ച് ആക്രമണകാരികൾക്ക് ഇരയാക്കി കൊടുത്തത്, അതിൽ എനിക്കിത് വന്നതിലൊന്നും എനിക്ക് സങ്കടമില്ല. ഇനി ഇതുപോലുള്ള അവസ്ഥ മറ്റൊരാൾക്ക്, മറ്റൊരു പൗരന്, മറ്റൊരു അധ്യാപനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്.